നമസ്കാരം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നിന്നാണ് വീഡിയോ ഞാൻ തുടങ്ങുന്നത്. ഇന്ന് ഇവിടെ തന്നെ വീഡിയോ തീരുന്നതും. ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ഒരു വീഡിയോ. ഇതിന് മുമ്പ് ഞാൻ ഇതേ സ്ഥലത്ത് നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് ആദ്യമായിട്ട് ഇവിടെ ഞാൻ റഹീമിക്കയും രഞ്ജിത്ത് അരുളും എല്ലാവരും കൂടി വന്ന ഒരു വീഡിയോ ഉണ്ട്. പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് തന്നെ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം ഇന്ന് വീണ്ടും ഇവിടുന്ന് തന്നെ ഞാനും അനൂപും ഉണ്ട് ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉള്ളത്. ഇതിപ്പോൾ പാലക്കാട് കഞ്ചിക്കോട് വൈസ് പാർക്കിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഇടത്ത് വശത്ത് അവിടെ ഒരു വൈസ് പാർക്കിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള ഒരു ഇതാണ്, ചെക്ക് ഡാമാണത്. ഇവിടെ നിന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. വണ്ടിയിലെ ലോഡ് അൺലോഡ് ചെയ്തു. അൺലോഡ് ചെയ്ത് റിസീവ് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞ് കുളിച്ച് നനച്ചൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ വന്നായിരുന്നു, വൈകിട്ട് വന്ന് കുളിച്ചിട്ടൊക്കെ പോയത്. നല്ല പ്രകൃതി ഇങ്ങനെ അനുഗ്രഹിച്ചു വെച്ചേക്കുന്ന മാതിരിയുള്ള ഒരു സ്ഥലമാണ്. എന്താ ഇത്രയും നല്ല രസമായിട്ടുള്ളൊരു കുളി ഇനി ജന്മത്തെ കുളിക്കാൻ പറ്റില്ല. കണ്ടോയിക്കോട്ടാ. എന്താ ബാട്ടബിൽ കിടക്കുന്ന മാതിരിയാ. ബാട്ടബില് അഡൽട്സ് ഉള്ളി ആയിട്ട് മാറുമെന്നറിയില്ല പെട്ടോ. കാരണം ഇത് പിള്ളേർക്ക് കാണാൻ പാടില്ലാത്ത കണ്ടന്റ് ആണെന്നെങ്ങാനും യൂട്യൂബ് പറയുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇത് ചെയ്യുവാണ് ഇവിടെ. എന്നെ കാണാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ മോൻ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ ഞാൻ, അല്ലേ? പിന്നെ ഈ ഒരു കുളിക്കാനുള്ള സൗകര്യം വേറെ എങ്ങും കിട്ടത്തില്ല ഇത്രയും നല്ല അടിപൊളിയായിട്ട്. അതാണ് പറയാൻ കാരണം. സ്റ്റൈലായിട്ടുള്ളൊരു കുളി. മേളിൽ വലിയ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടമല്ല, അതൊരു ചെക്ക് ഡാമാണത്. ചെക്ക് ഡാമിനകത്ത് നിന്ന് വരുന്ന വെള്ളമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓ എന്താ സുഖം എന്നറിയാവോ അമ്മേ. അയ്യോ, നെക്രസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ആണോ നെക്രസ്റ്റ് ഒക്കെ അടിച്ചിട്ടാണ്. ചുറ്റുപാടും കാണിച്ചു തരാം വന്ന്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തണേ ഞാൻ. അപ്പോൾ ഇത്രയും നല്ല ഒരു എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ല സ്റ്റൈലായിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ടൊരു കുളിയും പാസ്സാക്കി ഇനി ഇവിടുന്ന് റിസീവ് മേടിച്ച് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. എന്താ പറയണേ, ഇവിടെ വന്നിട്ട് പാലക്കാട് ഈ കഞ്ഞിക്കോട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം അടിപൊളിയായിരിക്കും. എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത്. അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും വരാവുന്നേ ഉള്ളൂ. ഇവിടെ
ഈസിലി ആക്സസിബിൾ ആണ്. അതായത് വൈസ് പാർക്കിനകത്തേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റിലേക്ക് തിരിയുക, അല്ലെങ്കിൽ പാലത്തിന് മുന്നേ ഇടത്തോട്ടുള്ള ഏതെങ്കിലും ഒരു വഴിക്കകത്തൂടെ നടന്നു വരണം എന്നുള്ളതേ ഉള്ളൂ. ബൈക്കിൻ്റെ അപ്പുറത്തൂടി വരാം. ഇവിടം വരെ ബൈക്കിന് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിറങ്ങാം. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ വരാൻ പറ്റില്ല. അപ്പം നിങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചതിന് ശേഷം നടന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻജോയ് ചെയ്യുക, വരിക, കാണുക, സന്തോഷിക്കുക. ഒരു അപകടം ഉണ്ടാക്കി വെക്കരുത്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലമാണത്. ഓക്കെ, ഞാൻ ഇനിയും ഒരു അരമണിക്കൂർ കൂടി കിടക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി അരമണിക്കൂർ കൂടുതലായി ഞാനിവിടെ. കാരണം ആരും ടാക്സ് മേടിക്കില്ല, ആരും നമ്മളൊന്നും ശല്യം ചെയ്യില്ല, എന്താണ് വെള്ളം വേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിക്കില്ല. അങ്ങനെയുള്ള പല പ്രയോജനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫുൾ എൻജോയ്മെൻറ്റിലാണ്. തുണിയെല്ലാം കഴുകിയിട്ട് സുഖമായിട്ടൊരു കുളിയും പാസ്സാക്കി പതിയെ അങ്ങ് പോവാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.